കേരള കോൺഗ്രസ് എമ്മിലെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഒന്നിലധികം തവണ ജോസ് കെ മാണിയാണ് ഇത്തവണ പാലായിൽ മത്സരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും ജോസ് കെ മാണി ഞാൻ മത്സരിക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒന്ന് എസ്കേപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ചെയർമാനാണ് തീരുമാനിക്കുന്നത്, കമ്മിറ്റി വോട്ട് എന്നൊക്കെയുള്ള ഒരു ഒഴിവ്. പക്ഷേ ബോഡി ലാംഗ്വേജ് അത്ര സുഖകരമല്ല. ജോസ് കെ മാണി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉറപ്പിച്ച് പറയാത്തത്? ഈ കേരള കോൺഗ്രസ് എമ്മിന് പാലായിൽ ഒരു സ്ഥാനാർത്ഥി എന്തായാലും വേണമല്ലോ. ഉറപ്പായിട്ടും വേണം. മാണി സി കാപ്പൻ, പിന്നെ ഷോൺ ജോർജ്. അതെ, മാത്രമല്ല മാണിയുടെ കുത്തക മണ്ഡലം കൂടിയായിരുന്നു. കുത്തക മണ്ഡലമാണ്, അത് വിട്ടുപോകുന്നത് അത്ര ശരിയല്ല. ജോസ് മാണി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാനും പാലായിൽ റോഷി അഗസ്റ്റിനെ നിർത്താനും അങ്ങനെ ഒരു ആലോചന അങ്ങനെയായിരിക്കും മനസ്സിലൊക്കെ കരുതുന്നത്. പക്ഷെ റോഷി ഇപ്പൊ ഒരു അധികാര കേന്ദ്രമാണല്ലോ, മന്ത്രിയുമാണ്. റോഷി പാലായില് റോഷി ചങ്കൂറ്റൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പാലായിൽ ഞാൻ മത്സരിക്കാം എന്നുകൂടി റോഷി പറഞ്ഞാലേ നമുക്ക് ആ ചങ്കൂറ്റത്തെ അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി പറയണമല്ലോ. ചെയർമാൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കാം എന്ന് പറയാനുള്ള ഒരു അണത്തം കൂടി അദ്ദേഹത്തിന് വേണ്ട. ചോരത്തിളപ്പ് അത് വേണം, അത് വേണ്ടാണല്ലോ. പക്ഷെ ഇപ്പോ കേൾക്കുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ പാലായിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ജോസ് കെ മാണി താൻ മത്സരിക്കും എന്ന് പറയാത്തത്. പാലായിൽ ഞാൻ മത്സരിക്കും എന്ന് അദ്ദേഹം പറയാത്തത് എന്നാണ് പറയുന്നത്. കേട്ടിടത്തോളം ജോസ് കെ മാണിയേക്കാൾ നല്ല സ്ഥാനാർത്ഥി നിഷ ആയിരിക്കാനും സാധ്യതയുണ്ട്. അവരൊരു ക്യാൻസർ അതിജീവിതയാണല്ലോ. അപ്പോൾ സ്ത്രീകളിലും ഒക്കെ അവരുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ്. അതാണ്. അല്ലാതെ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ തന്നെ അവരായിരുന്നു വീടുകൾ തോറും പ്രചരണമൊക്കെ നയിച്ചിരുന്നത്. അതെ, പക്ഷെ ഇപ്പോ അവർ വളരെ സജീവമാണെന്ന് മാത്രമല്ല, അവർ അമ്പലത്തിലൊക്കെ പോയി ഉദാഹരണത്തിന് പുലിയന്നൂർ ക്ഷേത്രോത്സവത്തില് ഇവർ പങ്കെടുത്തു. എന്നിട്ട് അവിടെ ഗാനമേളയില് പെൺകുട്ടികളുടെ കൂടെ നൃത്തം ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോകളും ഒക്കെ ഇടുന്നുണ്ട്. അവർ ഓരോ സ്ഥലത്ത് പോകുന്നതിൻ്റെയൊക്കെ വീഡിയോകളും ഒക്കെ അവർ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യത നിഷ അവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടാണ് റോഷി അഗസ്റ്റിൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നത്. നമ്മളോട് സ്വകാര്യമായിട്ട് പറയുന്നത്. നിഷ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് റോഷിക്ക് അറിയാം, പക്ഷെ റോഷിക്ക് അത് ഇഷ്ടമല്ല. അതിന് മുൻകൂട്ടി എറിയുന്നതാണ്. അതാണ്. അപ്പോൾ നിഷയും കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ സജീവമായിട്ട് വന്നാലേ റോഷിക്ക് പിന്നെ സാധ്യതയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്തൊന്ന് ആലോചിച്ച് നോക്കുക. നിഷ ജയിക്കുന്നു എന്ന് വിചാരിക്കുക, LDF ജയിക്കുന്നു എന്ന് വിചാരിക്കുന്നു അധികാരത്തില്, റോഷി മന്ത്രിയായിരിക്കുമോ? ഇല്ല, ഫസ്റ്റ് പ്രിഫറൻസ് നിഷയ്ക്കായിരിക്കില്ല. മറ്റേ ജോസ് രാജ്യസഭയിൽ ഉണ്ടല്ലോ. രാജ്യസഭ പുള്ളിയുടെ കാലാവധി 2027 ഡിസംബർ വരെ ഉണ്ട്. അദ്ദേഹത്തിന് ജോസിന് ഇപ്പൊ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന്. നിഷയ്ക്കാണ്. അപ്പൊ ഒരു കുടുംബത്തില് രണ്ടുപേരും വരികയാണല്ലോ. അവരുടെ ഒരു ഭാവിയും കൂടി സ്വന്തം തട്ടകത്തിൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്നും വരും. മാത്രമല്ല മാണി സി കാപ്പന് പഴയ സ്വാധീനം കിട്ടില്ലല്ലോ, കാരണം ഷോൺ വരുന്നതോടുകൂടി PC ജോർജിന്റെ വോട്ടൊന്നും മാണിക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഈ പേക്കിനാവുകൾ റോഷി അഗസ്റ്റിൻ സ്വപ്നങ്ങളിൽ വരുന്നുണ്ട്. അതായത് പുള്ളിയുടെ സ്വപ്നങ്ങളൊക്കെ പേക്കിനാവുകളാണിപ്പോൾ. അതാണ് പുള്ളിയുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതി പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് ജോസ് മാണി മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കാൻ നോക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ വനിതയാണല്ലോ പാലായിലെ. വൈസ് ചെയർപേഴ്സൺ അതും വനിതയാണ്. അവിടുന്ന് ഒരു MLA കൂടി വനിതയിരിക്കട്ടെ എന്നുള്ള ഒരു തോന്നൽ പാർട്ടിക്ക് ഉണ്ടാകുന്ന പറയുന്നുണ്ട്. ഇവര് ഈ പറഞ്ഞ പോലെ ക്യാൻസർ അതിജീവിതയാണ് നിഷ. ഐ ഫ്ലോ ഫ്രം ലൈറ്റ് ടു ലൈറ്റ്, എ ക്യാൻസർ മെമ്മോർ എന്ന് പറഞ്ഞൊരു പുസ്തകം അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അവതാരികാരുടെ എന്നറിയോ? CV ആനന്ദ ബോസ്, ബംഗാളിലെ ഗവർണർ. അപ്പൊ ആനന്ദ ബോസിന് സ്വാധീനമുള്ള BJP വോട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് കൊടുത്തുകൂടെ? ഇല്ലേ? കിട്ടാനും സാധ്യതയുണ്ടല്ലോ. ശശി തരൂർ അതിന്റെ പ്രകാശനത്തിൽ പങ്കെടുത്തിരുന്നു. ശശി തരൂരിന്റെ വീട്ടിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് ഡൽഹിയിൽ.
ശശി തരൂർ പറഞ്ഞാലും കുറച്ച് വോട്ട് അങ്ങോട്ട് കുറച്ച് വോട്ട് അങ്ങനെയൊക്കെ കിട്ടാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. 15 റേഡിയേഷന്റെ കഥ അവർ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ഈ മറ്റേ കീമോയ്ക്കൊക്കെ പോകുമ്പോൾ സെറ്റ് മുണ്ടെടുത്താണ് പോയിരുന്നത് എന്ന് പറഞ്ഞാൽ നന്നായി ഒരുങ്ങി തന്നെയാണ് പോയിരുന്നത്. കുപ്പിവള ഇട്ടിട്ടാണ് ഇതിനൊക്കെ പോയിരുന്നത്. ഡൽഹി യാത്രക്കിടയിൽ പലപ്പോഴും ഈ ഫരീദാബാദിൽ ചെന്നിട്ട് കുപ്പിവളകൾ മേടിക്കുമായിരുന്നു നിഷ. ആ കുപ്പിവളകളാണ് ഈ കീമോതെറാപ്പിക്ക് പോകുമ്പോഴൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഒരു രോഗിയായി എനിക്ക് തോന്നിയില്ല, എന്നെ കണ്ടവർക്കും തോന്നിയില്ല എന്ന് നിഷ പറഞ്ഞിട്ടുണ്ട്. ഈ സൂരജ് കുണ്ടില് ഈ മേള നടക്കും, സൂരജ് കുണ്ട് മേള. അവിടെ വള വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഈ കുപ്പിവളയൊക്കെ നിഷ മേടിക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുപ്പിവള വിൽക്കുന്ന സ്ഥലത്ത് അവരെ കണ്ടില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് ക്യാൻസറാണെന്ന് മനസ്സിലായത്. അവരെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. ക്യാൻസർ വന്നപ്പോഴും അവരുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വന്നത് എന്നൊക്കെ നിഷ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിഷയ്ക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ കിടപ്പുണ്ടല്ലോ. അപ്പം നിഷ എന്തുകൊണ്ടും ഒരു അതിജീവിതയാണ്. ഈ രാഷ്ട്രീയത്തിലും ഒരു അതിജീവനം സാധ്യമാകുമോ എന്നുള്ളൊരു പരീക്ഷണം പാലായിൽ നടത്താവുന്നതാണ്. ഇപ്പൊ ഏക മന്ത്രിസ്ഥാനം കിട്ടിയത് കൊണ്ടാണ് റോഷി അഗസ്റ്റിന് ഇത്രയും വലിയൊരു ഭാവം വന്നേക്കുന്നത്. മാത്രമല്ല അധികാര ജോസ് ജയിച്ചെങ്കിൽ ജോസ് മന്ത്രിയാകുമല്ല. ജോസ് കെ മാണി ഇപ്പൊ ജയിച്ചില്ലല്ലോ. മാത്രമല്ല വീണ്ടും പാലായിൽ മത്സരിച്ചാൽ ജോസ് കെ മാണി ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മറ്റുള്ളവരെ പോലെ റോഷി അഗസ്റ്റിന് തിരിച്ചറിയാം. അപ്പൊ ഒരു കാരണവശാലും ജോസ് കെ മാണി അല്ലാതെ മറ്റാരോടെ അതായത് റോഷിയുടെ പേടി നിഷ നിന്നിട്ട് ജയിച്ചാലോ ഈ പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, അതാണ് പേടി. അതെ, അപ്പോൾ ജോസ് കെ മാണിയെ തന്നെ അവിടെ നിർബന്ധിച്ച് മത്സരിപ്പിക്കണം, പ്രകോപിപ്പിക്കണം, അങ്ങനെ മത്സരിച്ച് പരാജയപ്പെടുത്തണം. അപ്പൊ രണ്ടുണ്ട് കാര്യം. ഒന്നിൽ ഒരു പക്ഷേ പാർട്ടിയുടെ ചെയർമാൻ പദവിയിലേക്ക് വരാൻ സ്വാധീനമുള്ള വോട്ടുകളൊക്കെ മാണി സി കാപ്പന് ഷോൺ ജോർജിനോ കൊടുക്കുകയും വേണം, ജോസിനെ തോൽപ്പിക്കണം. അപ്പൊ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കെ എം മാണി കെട്ടിപ്പടുത്ത ഒരു മഹാപ്രസ്ഥാനം, അത് ഈ പാലായിൽ ഏറെ അടിത്തറയുണ്ടായിരുന്നു. ആ പ്രസ്ഥാനം ഒരുപക്ഷെ തകർച്ചയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ റോഷി അഗസ്റ്റിന്റെ നിലപാടിനെ കണ്ടുകൂടെ. ഇപ്പോഴും ഈ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ പറയുന്നത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ആ പറഞ്ഞത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അല്ല, കുത്തി സംസാരിച്ചല്ലോ. ഞാൻ മത്സരിക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സ്നേഹത്തള്ളലാണ്, മറ്റേ ചോരത്തിളപ്പാണ് തുടങ്ങിയ സ്നേഹം കൂടുതലും ഉണ്ടാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ചോരത്തിളപ്പാണെന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയത്തിൽ പരസ്യമായിട്ട് തള്ളി പറയുകയല്ലല്ലോ ചെയ്യുക. എങ്ങനെയാണ് പണ്ട് TM ജേക്കബ് ഈ TM ജേക്കബും മാണിയും പിരിയുന്നൊരു ഘട്ടമുണ്ടല്ലോ. അപ്പൊ നിയമസഭയിൽ നന്നായിട്ട് ജേക്കബ് ഷൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഇല്ലേ, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി നിയമസഭയിൽ ഉണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ പങ്കെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ മീറ്റിങ്ങിലേക്ക് ജേക്കബും കൂടി കയറി ചെല്ലുമ്പോൾ മാണി സാറ് ജേക്കബിനോട് ജേക്കബിനോട് പറഞ്ഞിട്ടുണ്ട്, ജേക്കബ് ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു മൈ ഷൂസ് എന്ന് പറഞ്ഞു. ആണോ? എന്ന് പറഞ്ഞതായിട്ട്. അപ്പോഴാണ് ഈ ഡിവിഷൻ വരുന്നത്. മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് അല്ലേ? അതാണ്. അപ്പൊ എന്താ ചെയ്യാ, വെട്ടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ റോഷിയെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണല്ലോ ജോസ് മാണി ചെയ്യാൻ സാധ്യത. ആ സമയത്ത് റോഷിയുടെ കൂടെ എത്ര പേര് നിൽക്കും? റോഷി ഇനി ജോസഫ് ഗ്രൂപ്പിന്റെ കൂടെ പോവുമോ? ഇങ്ങനെയൊക്കെയാണല്ലോ പിന്നെ സാധ്യതകൾ. ഒറ്റയ്ക്കൊരു പാർട്ടി കൊണ്ടു കിടക്കുമോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. വാഗ്ദാനം കൊടുക്കും. ഇപ്പോ കടന്നപ്പള്ളിയുടെ പാർട്ടിയൊക്കെ കൊണ്ടു കിടക്കുന്നില്ലേ CPM, അതുപോലെ ഒരു കഷ്ണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടു കിടക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും ഇത് ഒരു വലിയ നീരസത്തിലാണ് സംഭവങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഷി അഗസ്റ്റിൻ വിഭാഗമൊന്നും ജോസ് കെ മാണി വിഭാഗമൊന്നും ഒക്കെ കേൾക്കുന്ന സമയവും വിദൂരമല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ റോഷി അഗസ്റ്റിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് നിഷ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.